കർത്താവിൻ്റെ ദിവ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. മരണത്തിലും പ്രത്യാശ എന്ന വിഷയത്തെക്കുറിച്ച് നാം ചിന്തിക്കുകയാണല്ലോ. ഇവിടെ നാം ചിന്തിക്കുമ്പോൾ 2 തീമോത്തിയോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ പൗലോസിന്റെ പ്രത്യാശ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ 6 മുതലുള്ള വാക്യങ്ങളിൽ, ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. വളരെ പ്രത്യാശയോടുകൂടെ പൗലോസ് ഈ കാര്യങ്ങൾ പറയുമ്പോൾ നാം ഓർക്കണം, AD 54 മുതൽ 68 വരെ ക്രൂരനും അസ്ഥിര ചിത്തനുമായ നീറോ ചക്രവർത്തിയാണ് റോമിൽ ഭരണം നടത്തിയിരുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. AD 64 ജൂലൈ മാസത്തിൽ റോമാ നഗരത്തിന്റെ പകുതി ഭാഗം അഗ്നിക്ക് ഇരയായി നശിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അത് നീറോ തന്നെയാണ് അതിന് തീയിടുവാനായിട്ട് ഇടയായി തീർന്നത്. കാരണം ക്രിസ്ത്യാനികൾക്ക് എതിരെ താൻ ഒരു കുറ്റാരോപണം നടത്തേണ്ടതിനു വേണ്ടി ചെയ്തതായ ഒരു സംഗതി തന്നെ ആയിരുന്നു അത്. ക്രിസ്തുമാർഗം നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇക്കാലത്ത് വീണ്ടും ബന്ധിതനായി തീർന്ന പൗലോസിന്റെ പ്രതിവാദത്തിൽ ആരും സഹായിച്ചില്ല എന്നാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. 2ാമത്തെ ജയിൽവാസത്തിൽ അദ്ദേഹം പാർത്തിരുന്നത് തണുപ്പുള്ള ഒരു ജയിലിലായിരുന്നു. ഒരു ദുഷ്പ്രവൃത്തിക്കാരനായിട്ടാണ് അദ്ദേഹം അവിടെ പരിഗണിക്കപ്പെട്ടത് എന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. താമസിയാതെ തനിക്ക് വധശിക്ഷ ലഭിക്കുവാനാണ് സാധ്യതയെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ആ നീറോ ചക്രവർത്തി തന്റെ തല വെട്ടുവാൻ വാൾ രാകുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, താന് ഒരു പാനീയ യാഗമായി ഒഴിക്കപ്പെടുവാനായിട്ട് പോകുന്നു എന്നുള്ളതായ ആ പ്രത്യാശയുടെ വാക്കുകൾ താൻ പറയുമ്പോൾ, ഫിലിപ്പിയ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലും, എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും എന്നാണ് അദ്ദേഹത്തിന് മുൻപ് കൂട്ടി പറയുവാനായിട്ട് ഉണ്ടായിരുന്നത്. അതേ ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിൽ അകൃത്യ യാഗമായി തീർന്ന് നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ഇടയായി തീർന്നതും ഈ തരുണത്തിൽ നമുക്ക് പ്രത്യാശ നൽകുന്നതാണല്ലോ. കഴിഞ്ഞ ദിവസത്തില് നാം ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. അതേ ആ യേശയ്യാ പ്രവചനം 26 നമ്മൾ ഇപ്രകാരം ചിന്തിക്കുവാൻ ഇടയായി തീർന്നതിന്റെ 19-ാമത്തെ വാക്യത്തിൽ, നിന്റെ മൃതന്മാർ ജീവിക്കും, എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും, പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്നു ഘോഷിപ്പീൻ, നിന്റെ മഞ്ഞ് പ്രഭാതത്തിലെ മഞ്ഞ് പോലെ ഇരിക്കുന്നു, ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ എന്ന് നാം കഴിഞ്ഞ ദിവസം ചിന്തിപ്പാൻ ഇടയായി തീർന്നല്ലോ. അതെ, നാം ഓർക്കുമ്പോൾ ആ വയനാടിന്റെ പ്രദേശങ്ങളിൽ എത്രയോ പേര് ഇതിനോടകം മരണപ്പെട്ടു, തലയില്ലാതെ കൈകാലുകളില്ലാതെ. അതേ, പലരും അഴുകി ഇപ്പോഴും മണ്ണിന് അകത്ത് തന്നെ അവരെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ മക്കൾക്ക് ഒരു പ്രത്യാശയുണ്ട്. പൗലോസിന്റെ തല വെട്ടുവാൻ ഇടയായി തീർന്നു. അതേപോലെ അപ്പോസ്തലന്മാരുടെ പലരുടെയും അവരെ രക്തസാക്ഷികളാക്കുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ലോകത്തിൽ പോലും അംഗവൈകല്യങ്ങൾ സംഭവിച്ച് ഇപ്രകാരം അനേകർ മരണപ്പെടുന്നു എങ്കിൽ അതേ ദൈവജനത്തിന്റെ പ്രത്യാശ എത്ര വലുതാണ് എന്ന് നമുക്ക് ഇത്തരണത്തിൽ ഓർക്കുവാനായിട്ട് കഴിയുകയാണ്. അതേ പ്രിയമുള്ളവരെ, കർത്താവിൽ പ്രത്യാശയോടുകൂടെ നമുക്ക് മുൻപോട്ട് നീങ്ങാം. നിശ്ചയമായിട്ടും നിത്യതയുടെ തുറമുഖത്ത് നമുക്ക് ആ പ്രത്യാശയുടെ ദിനത്തിൽ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ കഴിയുമല്ലോ. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം, കാത്തിരിക്കാം. ഏവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗദുഃഖങ്ങളും മരണമതും തെല്ലും നീ ഭയപ്പെടാതെ, ദേഹം മണ്ണോടു ചേർന്നെന്നാലും രൂപാന്തരം പ്രാപിക്കും. രോഗദുഃഖങ്ങളും മരണമതും തെല്ലും നീ ഭയപ്പെടാതെ, ദേഹം മണ്ണോടു ചേർന്നെന്നാലും രൂപാന്തരം
അനന്തരം പ്രാപിക്കും. ചേരും നാം വേഗത്തിൽ ഇമ്പവീണതിൽ, കാണും നാം അന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരും നാം വേഗത്തിൽ ഇമ്പവീണതിൽ,